പണ്ട് ശത്രു രാജ്യങ്ങൾ മറ്റൊരു രാജ്യത്തേക്ക് പടനയിച്ചാണ് എത്തിയിരുന്നത്. കാലാളും കുതിരയും രഥവും ഗജനിരയും അന്നുണ്ടായിരുന്നു. എന്നാൽ ഇന്നത് വ്യോമാക്രമണങ്ങളായി മാറി. പക്ഷേ വെനസ്വേലൻ പ്രസിഡന്റിനെയും ഭാര്യയെയും പിടിച്ചെടുക്കുവാൻ അമേരിക്കൻ സൈന്യം എത്തുന്നതിന് മുൻപ് തന്നെ മിസൈൽ ആക്രമണമോ വെടിവെപ്പോ കൂടാതെ തന്നെ സുരക്ഷാ സൈനികർ വീണു. ഒരു രാജ്യത്തേക്ക് പ്രവേശിക്കാതെ തന്നെ, ഒരു വ്യോമാക്രമണം നടത്താതെ തന്നെ ശത്രുവിനെ വീഴ്ത്താവുന്ന ഏറ്റവും പുതിയ സംവിധാനത്തിന്റെ പരീക്ഷണമായിരുന്നു അമേരിക്ക നടത്തിയത്. ലോകത്തെ അമ്പരിപ്പിച്ചുകൊണ്ട് ഏറ്റവും പുതിയ യുദ്ധ ആക്രമണ മുറകളിലൂടെ അമേരിക്ക തങ്ങളുടെ ആക്രമണങ്ങളുടെ രീതി തന്നെ മാറ്റിയെഴുതുകയാണ്. വെനസ്വേലയിലെ സൈനികർ അമേരിക്കൻ സൈന്യം എത്തുന്നതിന് മുൻപ് തന്നെ വീണുവെന്നാണ് വെനസ്വേലൻ സൈന്യം പറയുന്നത്. ഇത് ഏതോ അജ്ഞാത ആയുധ പ്രയോഗത്താലാണെന്ന് ഉറപ്പിക്കുമ്പോൾ ലോകം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത പുതിയ യുദ്ധതന്ത്രമാണ് അമേരിക്ക വെനസ്വേലയിലെ സൈനികർക്ക് നേരെ പ്രയോഗിച്ചതെന്ന സംശയവും ഉയരുന്നു. കരയിൽ നിന്നോ കപ്പലിൽ നിന്നോ മിസൈലുകൾ അല്ലെങ്കിൽ ഡ്രോൺ വിക്ഷേപിച്ച് ആക്രമണം നടത്തുന്ന രീതിയാണ് ഇതുവരെ നാം കണ്ടിരുന്നത്. ഇത്തരം മിസൈൽ ആക്രമണങ്ങളിൽ രാജ്യത്തിന്റെ ഒരു ഭാഗം തന്നെ അഗ്നിക്കിരയാകുകയും സാധാരണ ജനങ്ങൾ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ ഒരു രാജ്യത്തെ കീഴ്പ്പെടുത്തുവാൻ അവിടുത്തെ സ്ഥലങ്ങളെയും ജനങ്ങളെയും നശിപ്പിക്കേണ്ട, ആ രാജ്യത്തിന് സുരക്ഷ നൽകുവാനായി നിൽക്കുന്ന സൈനികരെ മാത്രം ഇല്ലാതാക്കിയാൽ മതി. അതിനുള്ള ആയുധമാണ് അമേരിക്ക കണ്ടെത്തിയിരിക്കുന്നതും വെനസ്വേലയിൽ പരീക്ഷിച്ചിരിക്കുന്നതും.